വിവാഹ കൂദാശയും ഒരു കുടുംബത്തോട് 3 വാക്കുകൾ ഓർമ്മിപ്പിക്കുകയാണ്. ആ വാക്കുകൾ ഇതാണ്: God blessed, God commanded, God encouraged is family. ദൈവം വലങ്കരം കൊണ്ട് അനുഗ്രഹിച്ചു, ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുതെന്ന് കൽപ്പിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഈ ഭൂമിയിൽ അനുഗ്രഹമായിരിക്കുവാൻ ദൈവം പ്രോത്സാഹിപ്പിച്ചു. ദൈവ പൈതലേ, നിന്റെ വീട് 3 വാക്കുകളാൽ പണിയപ്പെട്ടതാണ്. ദൈവം അനുഗ്രഹിച്ചു, ദൈവം കൽപ്പിച്ചു, ദൈവം പ്രോത്സാഹിപ്പിച്ചു. ഹല്ലേലൂയ. ഈ വീട്ടിലാണ് ദൈവം നമ്പുരാൻ നമ്മളെ പാർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ നാം ജീവിക്കുന്ന കാലത്തിന് ഒരു പോസ്റ്റ് മോഡേൺ സീസൺ എന്ന് പറയും. ഒരു ഉത്തരാധുനിക കാലത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ കാലം ഈ അടിത്തറകളിൽ പണിയപ്പെട്ട വീടിനെ പുതിയ ചോദ്യങ്ങൾ കൊണ്ട് വിലയിരുത്തുകയാണ്. ന്യൂ പോസ്റ്റ് മോഡേൺ ചലഞ്ചിങ് ക്വസ്റ്റ്യൻസ്. പുതിയ ചോദ്യങ്ങൾ വീടിനുള്ളിൽ ഉയരുകയാണ്. ഒന്നാമത്തെ ചോദ്യം: ഫാമിലി എ ചോയ്സ് ഓർ ഗിവൺ? കുടുംബം എനിക്ക് നൽകപ്പെട്ടതാണോ അതോ എൻ്റെ തിരഞ്ഞെടുപ്പാണോ? ഈ കാലം കുടുംബത്തെ വ്യാഖ്യാനിക്കുന്നത് ഈ വാക്കിലാണ്: കുടുംബം എൻ്റെ വളരെ വ്യക്തിപരമായൊരു തിരഞ്ഞെടുപ്പാണ്. എ വെരി ഇൻഡിവിജ്വൽ ചോയ്സ് എന്ന് കുടുംബത്തെ നാം വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അപ്പോൾ ആധുനിക തലമുറ കുടുംബത്തിൽ പുതിയ ചില രൂപമാറ്റങ്ങൾ വരുത്തി. കുറെ ആളുകൾ ഇന്ന് പറയുന്നുണ്ട്, മാരേജ് ഈസ് ആൻ ഇൻകൺവീനിയൻസ് ഫോർ മീ. വിവാഹം എനിക്ക് ഒരു അസൗകര്യമാണ്. വിവാഹത്തിൽ ഒത്തിരി അസൗകര്യങ്ങളുണ്ട്, അതുകൊണ്ട് വിവാഹം വേണ്ട. കുറെ ആളുകൾ പറയുന്നുണ്ട്, we practice a celibacy syndrome. ബ്രഹ്മചര്യത്തിൽ തന്നെ ഞങ്ങൾ തുടരുകയാണ് എന്ന് പറഞ്ഞാൽ, എങ്ങനെ ജനിച്ചോ എങ്ങനെ വളർന്നോ അതിൽ തന്നെ തുടരാം. മൂന്നാമതൊരു കൂട്ടരുണ്ട്. ജപ്പാൻ മുതലായ രാജ്യങ്ങളിൽ ഇന്ന് പുതിയ മണവാട്ടികൾ ജനിക്കുകയാണ്. അതിന് പേര് റോബോട്ടിക് ബ്രൈഡ്സ് എന്നാണ്. നമുക്ക് ആവശ്യമുള്ള പേരൊക്കെ ഇതിനിടാം. സുസു എന്ന് പേരിട്ടു. സുസു 0123. ജോൺസന്റെ ഭാര്യയുടെ പേരങ്ങനെയാണ്. റോബോട്ട്സിനെ സൃഷ്ടിക്കുന്നു, റോബോട്ടുകളെല്ലാ കാര്യവും നടത്തി കൊടുക്കുന്നു. ഒരനുഗ്രഹമുണ്ട് അവിടെ. വിവാഹമോചനമില്ല, കാരണം വഴക്കില്ലല്ലോ. കുറെ ആളുകൾ ഇതിന് പുറകെ അന്വേഷിക്കുകയാണ്. ഇങ്ങനെ കുടുംബത്തിന് രൂപമാറ്റങ്ങൾ വരുന്നു. എന്നാലും ഞാൻ ഈ പകൽക്കാലം നിങ്ങളെ 2 വാക്കുകൾ അടിവരയിട്ട് ഓർമ്മിപ്പിക്കട്ടെ. സ്വർഗം നമ്മോട് പറഞ്ഞു, കുടുംബം ദൈവത്താൽ നിയോഗിതമാണ്, അത് വിശുദ്ധവുമാണ്. മറക്കാൻ പാടില്ല. It is ordained by God, it is holy. ഇത് ദൈവത്താൽ നിയോഗിതമാണ്, അത് വിശുദ്ധവുമാണ്.